നമ്മുടെ ദൗത്യം ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച ആളിപ്പോൾ ജയിലിലാണ്. ഡോണ്ട് വറി സർ, ഇനി അതിനു പറ്റിയ സമർത്ഥനായ മറ്റൊരാളുണ്ട്, PKR. അതെ സർ, പ്രൊഫഷണൽ കില്ലർ റോണി. അയാളിപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഹോട്ടൽ താജിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഓക്കെ സർ. ആ PKR. മിസ്റ്റർ PKR. യെസ്, PKR. ഞാനല്ല, ഞാൻ അസിസ്റ്റന്റ് ബ്രൂണോ. അകത്ത് കാമ്പനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂ ആർ യു? എനിക്ക് PKR-നെ ഒന്ന് കാണണം. ഓക്കേ, ഹാൻഡ്സ് അപ്പ്, ഡോണ്ട് മൂവ്. 1 2 3 4 5 6 9 50 പൈസ കുറവുണ്ടല്ലോ. ആരുടെ പൈസയിലല്ല കളിക്കാൻ വന്നത്? ആകെ 50 പൈസ കളിക്കണത്. അതെങ്കിലും മര്യാദക്ക് ബോസിനെ കാണാൻ പുറത്തിറങ്ങി വന്നിരിക്കുന്നു. പോ. ഇതിനകത്ത് ഉണ്ടയില്ലാതെ പോയത് നിന്റെയൊക്കെ ഭാഗ്യം. രണ്ടുണ്ടല്ലേ ബോസ്? അതെന്റെ അത്യാവശ്യമുള്ളതാ. യെസ്, കം ഓൺ. കുറച്ചു ദിവസമായി വേണ്ടപ്പെട്ട ഒരാളെ കാണാനില്ല. അയാളെ കണ്ടെത്തി ഒരു പോർലോല ഏൽപ്പിക്കാതെ തിരിച്ചുകൊണ്ടുവരണം. ഇത്രക്കൊരു നിസ്സാര കാര്യത്തിലാണോ PKR-നെ അന്വേഷിച്ചു വന്നത്? ഞാൻ എന്റെ സഹപ്രവർത്തകർ മുഖത്ത് എങ്ങനെ നോക്കും? 1 ലക്ഷം അഡ്വാൻസ്. ആളെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി 4 ലക്ഷം. ടോട്ടൽ 5 lakhs. ആളെ ഞങ്ങൾ എത്തിക്കും. അയാളുടെ ഫോട്ടോ ഉണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ. കേരളത്തിൽ നിന്നും കാണാതെ പോയ എല്ലാവരും ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ അവരെ പോക്കും. അതിൽ നിന്ന് നിങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ മിസ്റ്റർ ബ്രൂണോ, കം ക്ലോസർ. മണ്ടത്തരം പറയാറ വെട്ടി. അതിനൊക്കെ ധാരാളം സമയം എടുക്കില്ലേ? ബൈ ദ ബൈ, ഗിവ് മി ദ ഫോട്ടോസ്. സുന്ദരൻ. ഇവനെ ഞങ്ങൾ ഇതെന്റെ സാറിന്റെ നമ്പരാ. ഇനി അദ്ദേഹമായിരിക്കും നിങ്ങളെ വിളിക്കുക. ഓ, നോ പ്രോബ്ലം. ഇവനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ്? നോ ഡീറ്റെയിൽസ് ഞങ്ങൾ വാങ്ങാറില്ല. ഫോട്ടോ തന്നെ ധാരാളം. ഓക്കെ ബൈ. മിസ്റ്റർ ബ്രൂണോ, again come closer to me. Yes. എടാ കഴുതേ, ഡീറ്റെയിൽസ് ഇല്ലാതെ എങ്ങനെയാടാ ഇവനെ കണ്ടുപിടിക്കുക? ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞതല്ലേ. ഓ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നീ നമ്മുടെ മോസ്റ്റ് മോഡേൺ ടൂൾസും വണ്ടിയുടെ കീയും എടുത്തേക്ക്. Okay, boss. പിന്നെ അപ്പുറത്ത് രാമചന്ദ്രന്റെ കടയിൽ പോയി ഒരു 4 പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങിച്ചു. എനിക്ക് ബോസ്. നിനക്കൊരു പാലും വെള്ളവും ഒരു സവാള. ഓക്കെ, അത് ആഹാരത്തിന് ശേഷം. എത്ര നാളായി മര്യാദക്ക് ആഹാരം കഴിച്ചിട്ട്. അവനെ കണ്ടെത്തും വരെ ഹോട്ടൽ താജിനോട് വിട. നമ്മുടെ ഈ വള്ളിത്തോട് ഗ്രാമം കുറച്ചു നാളായി സമരത്തിന്റെ പാതയിലാണ്. ഈ നാടിന്റെ ആവശ്യകതയും അനിവാര്യതയുമായ നമ്മൾ സംസാരിച്ചു വന്ന ഈ വിഷയത്തെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് നിരന്തരമായി ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ശ്രീമാൻ P. സുരേഷിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരം. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇത് ഞാൻ എഴുതിയതല്ല. നമ്മുടെ ഈ വള്ളിത്തോട് ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന വൃത്തികെട്ടതും നീചവുമായ ഈ പ്രവൃത്തിയെ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് പറയുക, നമ്മുടെ ഗ്രാമത്തിലേക്കൊരു ബ്രാൻഡ് ഷാപ്പ് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളൊന്നും മനസ്സിലാക്കണം. മാവേലി സ്റ്റോറിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവർ തമ്മിലടി, സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങാൻ ക്യൂ നിൽക്കുന്നവർ തമ്മിലടി. അതേസമയം ബിവറേജസ് ബ്രാൻഡ് ഷാപ്പുകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന വിവിധ മതവിഭാഗക്കാർ എത്രയോ സൗഹാർദ്ദപരമായി പെരുമാറും. അത് ക്ഷമിക്കണം, അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വിടവാങ്ങും. നിന്നെന്താ ചന്തയിൽ കൊണ്ടുപോയി വെട്ടുന്നുണ്ട്?
സംസാരിക്കടോ. സുഹൃത്തുക്കളെ, ഒന്നാം തീയതി ബാറവധിയായത് കാരണം ബ്ലാക്കിലാണ് മേടിച്ചത്. വെറുതെ അല്ല ഞാൻ സമരം ചെയ്യണ നിനക്ക് മനസ്സിലായ? ഇതിൽ കുറവുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പ്രശ്നമുണ്ട് സുരേഷ്. എന്താ അത്? ദാസപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഇന്നെന്തെങ്കിലും നടക്കും. ബ്ലൗസേ ഞാൻ തയ്ച്ചു തരാം. ഓടാ പട്ടി. കാലമാട്ടിൽ വരാനുണ്ട് നേരം. രക്ഷപ്പെട്ട് മാന്യനാണെങ്കിൽ ഇനി എന്നെ അടിക്കരുത്. എടാ ശിവൻകുട്ടി, നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ വണ്ടി ഓടിച്ചു പഠിക്കാൻ ഈ വഴി വന്നു പോകരുതെന്ന്. ഈ വഴി അല്ലാതെ ഞാൻ എവിടെ പോയാണ് കേട്ടാ വണ്ടി ഓടിച്ച് പഠിക്കേണ്ടത്? എടാ കഴിഞ്ഞ ദിവസം നീ ബൈക്ക് ഓടിച്ച് പഠിച്ചതിന്റെ രക്തസാക്ഷിയുടെ ഈ കാണുന്നവരെല്ലാം അറിയോടാ. ഇത്ര പേർക്കേ പറ്റുള്ളൂ. ഞാൻ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചതാ. ഹലോ, ഇന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ഇവരുടെയൊക്കെ ആശ്വസിച്ചാലും ഇപ്പൊ നാട്ടുകാരാ വഹിക്കുന്നത്, നിനക്കറിയാവടാ. വലിയ ഉപകാരം. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളൊക്കെയാണ് എന്റെ ശക്തി. ഇവനെ ഞാൻ കുറച്ച് കാശുകൂടി കരുതി വെച്ചോളൂ. ഒരാഴ്ചക്ക് ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചോളാം. തോക്ക്. തോൽക്കില്ലടാ ഞാൻ. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. പട്ടാളത്തിന് വട്ടളകി. 10 പൈസ കയ്യിൽ എടുക്കാനുമില്ല. നാടാകെ നാട് മുഴുവൻ കടവും. എന്നാലും അച്ഛനും മകനും നാട് മുഴുവൻ വെട്ടിപ്പിടിക്കുകയും വേണം. അതെ, അമ്മാവനും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ അടിച്ച് തീർത്തോളണം. വേണ്ട, നമുക്ക് തമ്മിൽ തല്ലി തീർക്കാം. ഒന്നുമല്ലേ സ്വന്തം പെങ്ങളുടെ മോനല്ലേ, ക്ഷമിച്ചേക്ക്. ഒന്ന് വിടറോ, വാടാ ഇങ്ങോട്ട്. ഇനി ആരെ തല്ലിക്കൊല്ലാനാടാ ഈ ഇരുമ്പുപടി? ഇത് ഇരുമ്പുപടിയല്ല, ബൈക്കിന്റെ ക്രാഷ് കാർഡാ. വരുന്ന വഴിക്ക് ബൈക്കിൽ നിന്ന് ഊരി വീണതാ. ഞാൻ പേടിച്ചു പോയി. ദാസപ്പൻ ചിറ്റപ്പനെ കൊണ്ടുവരുന്ന ഈ വഴിക്കാണോ അതോ ഈ വഴിക്കാണോ? ഈ വഴിക്കാണല്ലേ? എന്നാ നീ മാറിക്കോ. ഒന്ന് മാറിയ ഗുരുത്തം കെട്ടവനെ, നിനക്ക് ഈ വഴിക്കാന്ന് പറയാൻ പാടില്ലായിരുന്നോ? എങ്കിൽ അവൻ ഈ വഴിക്ക് പോവുകയും പൊതിരെ തല്ലും കിട്ടിയേനെ. എന്തായാലും അടിയിട്ടിക്കോളും. നീ മുത്താടാ. വലുതാവുമ്പോ നിന്നെ ഞാൻ പട്ടാളത്തിൽ ചേർക്കാം.